നമസ്കാരം. 2026 ആഡംബരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഗ്രഹമായ ശുക്രൻ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ജ്യോതിഷപ്രകാരം ശുക്രൻ അടിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടം മാത്രമല്ല, വീട്, വാഹനം, വിവാഹം, പ്രശസ്തി എന്നിവയെല്ലാം നമ്മെ തേടി വരും. ഈ വർഷം ഭാഗ്യം തുണയ്ക്കുന്ന 15 നക്ഷത്രജാതകരുണ്ട്. ഈ 15 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ഇവരുടെ ജീവിതം മാറിമറിയും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇവർ അതിസമ്പന്നതയിലെത്തിച്ചേരും. ഇവരുടെ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നടന്നു തന്നെ കിട്ടും. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്നത്. ആരൊക്കെയാണ് ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള 15 നക്ഷത്രജാതകരെന്നും അവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന ഒരു നക്ഷത്രമുണ്ട്. 2026 മുതൽ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രമുണ്ടാകും. ഐശ്വര്യമാണ്. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. എത്ര വലിയ കഠിനമായ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ അകന്ന് ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം, വലിയൊരു നേട്ടം വന്നു ചേരുന്ന സമയമാണ്. നക്ഷത്രം അശ്വതി തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ധനം തിരികെ കിട്ടുന്ന സമയമാണ്. വിദേശ യോഗം കാണുന്നുണ്ട്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് വെളുത്ത പുഷ്പങ്ങൾ അർപ്പിക്കുക. അശ്വതി നക്ഷത്ര ജാതകർ വെള്ളിയാഴ്ച ദിവസം വെളുത്ത പുഷ്പങ്ങൾ മഹാലക്ഷ്മിക്ക് അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക വഴി അവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തും. ദുഃഖങ്ങളൊക്കെ ഒഴിയും. വിദേശയാത്രയ്ക്ക് യോഗമുണ്ട്. പുതിയൊരു വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട്. കാലങ്ങളായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. അശ്വതിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക. തീർച്ചയായും ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രൻ്റെ സ്വന്തം നക്ഷത്രമായ ഭരണി നക്ഷത്രമാണ്. ഇവർക്ക് രാജയോഗ സമാനമായ ഒരു ജീവിത സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ്. രാജാവാകില്ല, പക്ഷെ രാജാവിനെ പോലെ വാഴാനുള്ള ഒരു യോഗം ഇവർക്കുണ്ടാകും. കലാപ്രവർത്തനങ്ങളിൽ പ്രശസ്തി ലഭിക്കും. വീട് വാങ്ങാൻ യോഗം വന്നു ചേരും. വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും. വിവാഹം, പ്രണയവിവാഹം നടന്നു കിട്ടും. അങ്ങനെ പല നല്ല കാര്യങ്ങളും ഭരണിക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറുന്ന സമയമാണ്. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് മധുരം നൽകുക നല്ലൊരു പരിഹാരമാണ്. കുഞ്ഞു കുട്ടികൾക്ക് മധുരം നൽകി അവരെ സന്തോഷപ്പെടുത്തുക. തീർച്ചയായും വലിയ സൗഭാഗ്യത്തിലേക്ക്, വലിയ നേട്ടത്തിലേക്ക് നിങ്ങളെത്തും. ദാനധർമ്മങ്ങൾ നടത്തുക. അതൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഇവരെ വലിയ വലിയ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് കൊണ്ടെത്തിക്കും. ജീവിതം മാറിമറിയും. ശുക്രനടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഭരണി നക്ഷത്ര ജാതകർക്ക്.
അച്ചട്ടായിരിക്കും ഇക്കാര്യം. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യം നിറയുന്ന സമയമാണ്. രോഹിണി നക്ഷത്ര ജാതകർ ഏതു വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയിലെത്തിച്ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. കാക്കയ്ക്ക് ഭക്ഷണം നൽകുക, മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുക, ഇതൊക്കെ സർവ ഐശ്വര്യമാണ്. പശുവിന് ശർക്കരയോ പുല്ലോ നൽകുക, ഇതൊക്കെ ഇവരെ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടെത്തിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തുകയാണ്. രാജയോഗ തുല്യമായ ഒരു ജീവിതം നയിക്കാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം മകയിരമാണ്. വിദേശത്തൊക്കെ പോകാൻ സാധിക്കും. മകയിര നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഉന്നതിയിൽ എത്തിച്ചേരും. ശുക്രനടിക്കും ഇവർക്ക് വാഹനമൊക്കെ വാങ്ങിക്കൂട്ടാനുള്ള യോഗം വന്നു ചേരും. ശുക്രമന്ത്രങ്ങളൊക്കെ കേൾക്കുക, അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. മകയിരം നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമാണ്. മകയിരം നക്ഷത്ര ജാതകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന അഞ്ചാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ശമ്പള വർധനവുണ്ടാവും. പ്രണയകാര്യങ്ങളിൽ വിജയമുണ്ടാകും. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. വെള്ള വസ്ത്രങ്ങൾ കൂടുതൽ ധരിക്കാൻ ശ്രമിക്കുക. മാറ്റമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് നല്ല സമയമാണ്. പുതിയ വീട് വാങ്ങാൻ സാധിക്കും. പുതിയ പദവികൾ അലങ്കരിക്കും. ധാരാളം ധനം വന്നു ചേരും. ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും. ധന കൂമ്പാരമായിരിക്കും ഇനി. എത്ര ധനമില്ലാത്തവനും ധനം വന്നു ചേരുന്ന ഒരു സമയം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ആയില്യം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത. ആയില്യത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ്. 2 വീട് വാങ്ങും, 3 കാറ് വാങ്ങും. അങ്ങനെ ജീവിതം രക്ഷപ്പെടും. നല്ല തൊഴിൽ ലഭിക്കും. വിദേശത്ത് പോകും. അവിടെ നല്ല നിലയിലെത്തിച്ചേരും. ആയില്യം ഭാഗ്യമാണ്. ആയില്യത്തിന് ഉയർച്ചയാണ്. വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് കൊളുത്തുക. വീട്ടിൽ പൂജാമുറിയില്ലാത്തവർ വൃത്തിയുള്ള ഭാഗത്തൊരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം 7ാമത്തെ നക്ഷത്രം മകമാണ്. പാരമ്പര്യ സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കും. പരിഹാരമായി ലളിത സഹസ്രനാമം കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുക. ലളിത സഹസ്രനാമം ജപിക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മകത്തിന് രക്ഷപ്പെടാൻ കാരണമാകും. ദേവീക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തുക. ദേവീക്ഷേത്രത്തിൽ കടുംപായസം നടത്തുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടത്തുക. തീർച്ചയായും വലിയൊരു നേട്ടം, വലിയൊരു ഭാഗ്യം, വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. കഷ്ടപ്പാടുകൾ അവസാനിച്ച് കിട്ടും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി പണം ധാരാളം വന്നു ചേരും. പണത്തിൻ്റെ ഒരു കൂമ്പാരമായിരിക്കും ഇനി. ലക്ഷങ്ങൾ സമ്പാദിക്കും. ലക്ഷങ്ങൾ അക്കൗണ്ടിൽ വരും. ഒരു VIP പോലെ ജീവിക്കാനുള്ളൊരു യോഗം വന്നു ചേരും. ഉത്രം നക്ഷത്ര ജാതകരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ എല്ലാവർക്കും ബന്ധപ്പെടാവുന്നതാണ്. ഫലം പറഞ്ഞു തരും, പരിഹാരം നിർദ്ദേശിക്കും. അടുത്ത നക്ഷത്രം അത്തമാണ്. പുതിയ ആഭരണങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടും. ശുക്രഹോരയിൽ ധ്യാനം ചെയ്യുക. അത് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അകറ്റി ജീവിതത്തിലെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും അത്തത്തിനെ കൊണ്ടെത്തിക്കും. അത്തത്തിനി വലിയ നേട്ടമാണ്. 2026 വർഷഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കണ്ട. അത്തം ഭാഗ്യമാണ്. അത്തത്തിന് ഉയർച്ചയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. സമൂഹത്തിൽ വലിയ അംഗീകാരവും പദവികളും ലഭിക്കുന്ന സമയമാണ് ചിത്തിര നക്ഷത്ര ജാതകർ. ഇവരുടെ കടബാധ്യതകൾ തീർന്നു കിട്ടും. ഇവർ ഉയർച്ചയിലെത്തും. ധനം ഇവർക്ക് വന്നു ചേരും. രാജാവിനെ പോലെ ഇവർ ജീവിക്കും. 2 വാഹനം, 3 കാർ,
അതുപോലെ തന്നെ വസ്തുവകകൾ ഇതൊക്കെ വാങ്ങിക്കിട്ടും. ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും. ചിത്തിരയുടെ ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. അപ്പോൾ ചിത്തിര നക്ഷത്ര ജാതകർ കയ്യിലൊരു വെള്ളി മോതിരം, ആമമോതിരമായാലും മതി, അത് ധരിക്കണം. അടുത്ത നക്ഷത്രം ചോതിയാണ്. നിങ്ങളുടെ കരിയറിൽ വലിയൊരു വഴിത്തിരിവുണ്ടാവുന്ന സമയമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭമുണ്ടാകും. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ചോദ്യ നക്ഷത്ര ജാതകർ സുഗന്ധദ്രവ്യങ്ങൾ, പെർഫ്യൂംസ് പതിവായി ഉപയോഗിക്കുക. മണം പടരട്ടെ. അതുപോലെ ധനവും നിങ്ങളിൽ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ചോദ്യയുടെ ഏറ്റവും നമ്പർ 1 സമയമാണ്. VIP പോലെ കഴിയും. വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും കസ്റ്റമേഴ്സൊക്കെ ധാരാളം വന്നു ചേരും. വിദേശത്തൊക്കെ ഉള്ളവർക്ക് കസ്റ്റമേഴ്സൊക്കെ ധാരാളം വന്നു ചേരും. ധൈര്യമായിട്ടിരിക്കുക. അടുത്തത് അനിഴ നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം വരും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിജയമുണ്ടാകും. വെള്ളിയാഴ്ചകളിൽ വ്രതം നോക്കുക. അനിഴ നക്ഷത്ര ജാതകർ വെള്ളിയാഴ്ചകളിൽ വ്രതമൊക്കെ നോക്കുക. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ലോട്ടറി അടിക്കും. സന്തോഷകരമായ വാർത്തകൾ കേൾക്കും. സന്ധ്യാസമയത്ത് വീട്ടിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കണം. തിരുവോണ നക്ഷത്ര ജാതകർ സന്ധ്യാസമയത്ത് വീട്ടിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കണം. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. ശുക്രൻ അവിട്ടം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. ഇവർക്ക് അതിഭാഗ്യമാണ്. അപ്രതീക്ഷിതമായ ധനലാഭം. ശുക്രയന്ത്രം പൂജിച്ച ശേഷം കൂടെ സൂക്ഷിക്കുക, പേഴ്സിലൊക്കെ വെക്കുക. അതൊക്കെ ഒരുപാട് നേട്ടത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും. അവിട്ടത്തിൻ്റെ ഭാഗ്യദിനമാണ്. 15ാമത്തെ നക്ഷത്രം. മനസ്സമാധാനം നഷ്ടപ്പെട്ട, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുള്ള, പ്രശ്നങ്ങളിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു നക്ഷത്രമാണ്. മനസ്സമാധാനം തിരിച്ചു കിട്ടും. അത് മറ്റാരുമല്ല, രേവതിയാണ്. ദീർഘകാലമായുള്ള രോഗങ്ങളിൽ നിന്ന് മോചനം. ഇവർ പരിഹാരമായി വെള്ളിയാഴ്ചകളിൽ ദശപുഷ്പം ചൂടുകയോ ഭഗവതിയെ തൊഴുകുകയോ ചെയ്യുക. ഇത് വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും. ഈ 15 നക്ഷത്രക്കാർക്കും പൊതുവായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ശുക്രന് വൃത്തി വളരെ ഇഷ്ടമാണ്. വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. ഇവർ സ്ത്രീകളെ ബഹുമാനിക്കുക. അവർക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകുക. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുന്നത് ശുക്രദശയെ ബലപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഗ്രഹഗതികൾ നമുക്ക് അനുകൂലമാകുമ്പോൾ കൃത്യമായ പരിശ്രമം കൂടി നടത്തിയാൽ 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായി മാറും. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. നല്ലതുകൾ മാത്രം ആശംസിക്കുന്നു. ഭാഗ്യത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ.